വേടന്റെ പരിപാടികൾ നടക്കുന്നിടത്തെല്ലാം ജനം കൂടുന്നു. എന്നാൽ പരിപാടികൾ പൂർത്തിയാക്കാൻ പലപ്പോഴും സാധിക്കുന്നുമില്ല. എന്താണ് വേടന്റെ വേദികൾക്ക് സംഭവിക്കുന്നത്? പരിശോധിക്കാം. 24 എക്സ്പ്ലെയിനറുമായി നിഖിൽ പ്രമേഷ്. എന്താണ് വേടന്റെ വേദികൾക്ക് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രണ്ട് സംഭവങ്ങൾ എടുക്കാം. കിളിമാനൂരും പാലക്കാടും. വേടനെത്തുന്ന പരിപാടികൾക്ക് വലിയ ജനപങ്കാളിത്തമുണ്ടാകും. ഇത് മുന്നിൽ കണ്ടാണ് വേടന് സംഘാടകർ വേദിയൊരുക്കുന്നതും. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ആദ്യം കിളിമാനൂരിലേക്ക് പോകാം. സുഹൃത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ വെറും 86 അംഗങ്ങളുള്ള യുവാക്കളുടെ കൂട്ടായ്മയായ ഊന്നങ്കൽ ബ്രദേഴ്സ് കിളിമാനൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത് 10,000. സൗജന്യമായി സംഘടിപ്പിച്ച പരിപാടിയായതിനാൽ ഒരുപാടധികം ആളുകൾ അപ്രതീക്ഷിതമായി എത്തി. സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിൽ ഉൾപ്പെടും. പരിപാടിയുടെ ലൈവ് സ്ട്രീമിംഗ് ക്രമീകരണം ഒരുക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ ലിജു ഗോപിനാഥ് എന്നൊരു ടെക്നീഷ്യൻ മരിച്ചു. ഇതേ തുടർന്ന് പരിപാടി റദ്ദാക്കി വേടൻ മടങ്ങി. എന്നാൽ പിന്നീട് നടന്നത് വൻ അതിക്രമമായിരുന്നു. സംഘാടകർക്ക് നേരെ കാണികൾ തിരിയുകയും ചെളിയും കല്ലും വരെ എടുത്ത് സ്റ്റേജിലേക്കും ഉപകരണങ്ങളിലേക്കുമൊക്കെ എറിയുകയും ചെയ്തു. വലിയ നാശനഷ്ടം ഇതുമൂലമുണ്ടായി. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ ആരാധക കൂട്ടത്തെ. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾക്ക് പുറമെ പോലീസ് കേസുകൂടി സംഘാടകരുടെ മേൽ വന്നു വീണു. എന്താണ് ആ സംഘാടകർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നല്ല ബുദ്ധിമുട്ടിലാണ് ഊന്നങ്കൽ പ്രദേശം ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം ഞങ്ങൾ ഒരു 6 മാസമായി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിലാണ്. 4,70,000 രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി ചേർത്തു പറയാം. കിളിമാനൂരിലെ പരിപാടി ഒരിക്കലും ഒരു സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടുള്ളതായിരുന്നില്ല. അവരുടെ നഷ്ടമായ സുഹൃത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി മാത്രം ആ സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു ഇത്. ആ പരിപാടിക്കിടെയാണ് ഇത്ര ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്. ഇനി പാലക്കാട്ടേക്ക്. പാലക്കാട് എന്താണ് സംഭവിച്ചത്? സാംസ്കാരിക വകുപ്പും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് നടത്തിയ സംഗീത പരിപാടി അത് ഇന്നലെയാണ് നടന്നത്. തിക്കിലും തിരക്കിലും പെട്ട് 15ഓളം പേർക്കാണ് അവിടെ പരിക്കേറ്റത്. സംഘാടകർ നന്നെ പാടുപെട്ടിട്ടും കാണികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പോലീസിന് ഒടുവിൽ ലാത്തി വീശേണ്ടി വന്നു. പാലക്കാട്ടെ സംഘാടകർ മതിയായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നില്ലെന്ന വിമർശനം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ എവിടെ സുരക്ഷിതമായി വേടന്റെ പരിപാടി നടത്തുമെന്ന ചോദ്യം ആരാധകർ ഉന്നയിക്കുന്നു. വേടനെ കേൾക്കാൻ ആളുള്ളിടത്തോളം അയാൾക്ക് വേദികൾ നിഷേധിക്കുന്നത് നീതികേടാണ്. പക്ഷേ കാണികളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. കേവലം സാമ്പത്തിക നേട്ടം മാത്രം മുൻനിർത്തിയാകരുത് സംഘാടനമെന്ന് ചുരുക്കം. വേടൻ ഇനിയും പാടട്ടെ. പ്രതിരോധത്തിന്റെ സംഗീതം വലിയ മാറ്റം സമൂഹത്തിലുണ്ടാക്കട്ടെ.